ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കുന്നത് അവണങ്ങാട്ട് പണിക്കരെക്കുറിച്ചും ചാത്തന്മാരെക്കുറിച്ചുമാണ്. തൃശ്ശിവപേരൂർ താലൂക്കിൽപ്പെട്ട പെരിങ്ങോട്ടുകരയിലാണ് അവണങ്ങാട്ട് പണിക്കരുടെ ഭവനം. അവിടെ ഒരു കാലത്ത് ഒരു പുരുഷൻ മാത്രം അവശേഷിച്ചു. ആ പണിക്കർ ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള കണ്ണഞ്ചിറ എന്ന സ്ഥലത്തു നിന്ന് ഒരു യുവതിയെ വിവാഹം കഴിച്ചു. സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് താമസം ആരംഭിച്ചു. അവർക്ക് 2 പുത്രന്മാരും 5 പുത്രിമാരും ഉണ്ടായി. പുത്രന്മാർക്ക് ഉണ്ണിത്താമൻ എന്നും കേളുണ്ണി എന്നും പേരിട്ടു. അവരാണ് അവണങ്ങാട്ട് പണിക്കർ എന്ന പേരിൽ പ്രശസ്തരായവർ. പിതാവിന്റെ മരണശേഷം ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും വിദ്യാഭ്യാസ ലബ്ധിക്കായി അവരുടെ മാതുലന്റെ ഗൃഹത്തിൽ കുറെ കാലം ചെന്നു താമസിച്ചു. മാതുലനും മറ്റും പുരാതന കാലം മുതൽക്കേ വലിയ വിദ്വാൻമാരും മന്ത്രവാദികളുമായിരുന്നു. മാതുലനുമായുള്ള സഹവാസവും അഭ്യാസവും മൂലം പണിക്കർമാർ 2 പേരും വലിയ വിദ്വാൻമാരും മന്ത്രവാദികളുമായി തീർന്നു. മാതുല ഗൃഹത്തിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചപ്പോൾ സഹോദരന്മാർ 2 പേരും സ്വഗൃഹത്തിലേക്ക് മടങ്ങി വന്നു. മന്ത്രവാദികൾക്ക് അവരുടെ കർമ്മങ്ങൾ ശരിയായി ഫലിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൂർത്തിയുടെ സഹായം ആവശ്യമായിരുന്നു. അതിനാൽ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും ഗണപതിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു. അവർ 2 പേർക്ക് ഇരിക്കുവാൻ സൗകര്യമുള്ള വിസ്താരത്തോടെ ഒരു കിണർ കുഴിപ്പിച്ചു. അതിൽ ഇറങ്ങിയിരുന്ന് പണിക്കന്മാർ തപസ് തുടങ്ങി. ആ കിണറ്റിന് വളരെ താഴ്ചയുണ്ടായിരുന്നുവെങ്കിലും അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. കിണറ്റിന്റെ അടിയിലും മുകളിലും കല്ലുപാകി തളം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു വശത്തു കൂടി ഇറങ്ങാനും കയറാനും വഴിയും ഉണ്ടായിരുന്നു. ആ കിണറ്റിലിരുന്ന് ഗാഢമായ തപസ് ചെയ്താണ് അവർ ഗണപതിയെ പ്രത്യക്ഷമാക്കിയത്. കാലടി ഭട്ടതിരിമാരെ പോലെ പണിക്കന്മാരും ഗണപതി ഭഗവാന്റെ സേവ മൂലം പല കാര്യങ്ങളും സാധിച്ചു തുടങ്ങി. നാട്ടുകാരിൽ പലർക്കും അവണങ്ങാട്ട് പണിക്കർ ഗണപതി മൂലം ഒട്ടേറെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. എങ്കിലും അവർക്ക് അതുകൊണ്ട് തൃപ്തി വന്നില്ല. പഞ്ചനല്ലൂർ ഭട്ടതിരി എന്നു പ്രസിദ്ധനായ ഒരു മാന്ത്രികൻ പണിക്കർമാർക്ക് സമകാലീനനായി ഉണ്ടായിരുന്നു. ചാത്തന്മാരെ സേവിച്ച് വശംവദരാക്കിയാണ് ഭട്ടതിരി കാര്യങ്ങൾ സാധിച്ചിരുന്നത്. 400 ചാത്തന്മാരാണ് അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്. കാട്ടുമാടസു നമ്പൂതിരിയുടെ അഭ്യർത്ഥന പ്രകാരം 10 മൂർത്തികളെ ഭട്ടതിരി നമ്പൂതിരിക്ക് വിട്ടുകൊടുത്തിരുന്നു. ബാക്കി 390 ചാത്തന്മാർ ഭട്ടതിരിയുടെ കൽപ്പന കാത്ത് കഴിഞ്ഞിരുന്നു. അന്യർക്ക് ചാത്തസേവ മൂലം ഭട്ടതിരി വളരെയേറെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തിരുന്നു. അതിൽ നിന്നും നല്ല വരുമാനവും ഉണ്ടായിരുന്നു. ഗണപതിയെ കൊണ്ട് ദാസ്യപ്രവൃത്തിയൊന്നും ചെയ്യിക്കാൻ കഴിയാത്തതിനാലും ചാത്തന്മാരെ കൊണ്ട് ഏത് പ്രവൃത്തിയും ചെയ്യിക്കാമായിരുന്നതുകൊണ്ടും കാര്യസാധ്യത്തിനായി ആളുകൾ ഭട്ടതിരിയുടെ അടുത്തേക്ക് പോകാനാണ് ഉത്സാഹം കാണിച്ചിരുന്നത്. പണിക്കരുടെ അടുത്തേക്ക് അധികം ആളുകൾ വരാതിരുന്നതിനാൽ ആദായവും കുറവായിരുന്നു. ഭട്ടതിരിക്ക് നല്ല ആദായമുള്ള വിവരം അറിഞ്ഞപ്പോൾ ഏതു വിധത്തിലും ചാത്തന്മാരെ സ്വാധീനത്തിലാക്കണമെന്ന് പണിക്കന്മാർ നിശ്ചയിച്ചു. ഇതേസമയം ഭട്ടതിരിക്ക് താൻ ബ്രാഹ്മണനായതിനാൽ നീചമൂർത്തികളായ ചാത്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തമമല്ലെന്നൊരു തോന്നലുണ്ടായി. ഗണപതിയെ സേവിക്കണമെന്ന ആശയാണ് ഭട്ടതിരിക്ക് ഉണ്ടായിരുന്നത്. അവണങ്ങാട്ട് പണിക്കരുടെ ഗണപതിയെ സേവിക്കാൻ അവസരമുണ്ടായാൽ അതാണ് അത്യുത്തമമെന്നും ഭട്ടതിരി കരുതി. ചാത്തന്മാരെ യഥാക്രമം സേവിക്കുന്നവരെ ഏൽപ്പിച്ചില്ലെങ്കിൽ ആ നീചമൂർത്തികൾ ആളുകളെ ഉപദ്രവിച്ചാലോ എന്ന ഭയവും ഭട്ടതിരിക്കുണ്ടായിരുന്നു. ഇങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണി പണിക്കരും കൂടി ഭട്ടതിരിയുടെ ഇല്ലത്ത് വന്ന് ചേർന്നത്. ഞങ്ങൾക്ക് ചാത്തന്മാരുടെ സേവ കൂടി ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. താങ്കളുടെ അധീനതയിലുള്ള ചില മൂർത്തികളെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ ഉപകാരമായി. അത് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പണിക്കർ പറഞ്ഞു. എന്റെ ചാത്തന്മാരിൽ ചില മൂർത്തികളെ മാത്രമാക്കേണ്ട. എനിക്ക് അധീനന്മാരായിട്ട് ഇവിടെ 390 ചാത്തന്മാരുണ്ട്. അവരെ എല്ലാം പണിക്കർക്ക് വിട്ടു തന്നേക്കാം. അതിന് പകരമായി നിങ്ങളുടെ ഗണപതിയെ എനിക്കും വിട്ടു തരണം. ചാത്തന്മാരെ കൊണ്ടുണ്ടാകുന്നിടത്തോളം ഉപകാരവും ആദായവും ഗണപതിയെ കൊണ്ടുണ്ടാവുകയില്ല. എങ്കിലും ആ നഷ്ടം ഞാൻ സഹിച്ചുകൊള്ളാം. ഭട്ടതിരിയുടെ അഭിപ്രായം കേട്ടപ്പോൾ ഉണ്ണിത്താമ പണിക്കർക്കും സഹോദരനും സന്തോഷമായി. പൂർണ്ണ സമ്മതത്തോടെ 2 കൂട്ടരും അവരുടെ സേവാമൂർത്തികളെ പരസ്പരം വിട്ടുകൊടുത്തു. ഗണപതിയെ സേവിക്കേണ്ട മുറകളെ ഭട്ടതിരിക്കും ചാത്തന്മാരെ സേവിക്കേണ്ട ക്രമങ്ങൾ പണിക്കർമാർക്കും അന്യോന്യം പറഞ്ഞുകൊടുത്തു. അങ്ങനെ അവണങ്ങാട്ട് ഗണപതി പഞ്ചനല്ലൂർ ഗണപതിയായി. പഞ്ചനല്ലൂർ ചാത്തന്മാർ അവണങ്ങാട്ട് ചാത്തന്മാരായി തീർന്നു. ഉണ്ണിത്താമ പണിക്കരും
കേളുണ്ണിപ്പണിക്കരും മുമ്പ് തപസ്സിരുന്ന കിണറ്റിന്റെ മേൽഭാഗത്ത് കല്ലുപാകി അടച്ചിരുന്ന ഇടം അവർ മുല്ലത്തറയാക്കി അവിടെ ചാത്തന്മാരെ എല്ലാം കുടിയിരുത്തി. ശ്രീ പരമേശ്വരന് വിഷ്ണുമായയിൽ നിന്നുണ്ടായ പുത്രന്മാരാണത്രേ ചാത്തന്മാർ. മായയ്ക്ക് അധീനന്മാരായിട്ടാണ് ചാത്തന്മാർ പ്രവർത്തിക്കുന്നത് എന്നതാണ് വിശ്വാസവും. അവണങ്ങാട്ട് ഒരു ശ്രീകോവിൽ പണിയിച്ച് അതിനുള്ളിൽ വിഷ്ണുമായയെയും പ്രതിഷ്ഠിച്ചു. അരം മുതൽ കീഴ്പോട്ട് മായയുടെ രൂപം സ്ത്രീയായും മേൽപോട്ട് പുരുഷനായുമാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ രാവിലെ നിവേദ്യത്തിന് പഴം, മലർ, ശർക്കര, ഇളനീർ എന്നിവയാണ് പതിവ്. വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് നിവേദ്യത്തിന് നാഴിയരി പതിവുണ്ട്. തൃശിവപേരൂരുള്ള അയ്യന്തോൾ പടിഞ്ഞാറ്റിനടുത്ത് നമ്പൂതിരിപ്പാടിലെ വക വഴിപാടായിട്ടാണ് എന്നും അത്താഴ പൂജയ്ക്കുള്ള നിവേദ്യം നടത്താറുള്ളത്. ഇങ്ങനെയൊരു വഴിപാട് നമ്പൂതിരിപ്പാടിന്റെ വകയായി ഉണ്ടാകാൻ ഒരു കാരണവുമുണ്ട്. പടിഞ്ഞാറ്റിടത്ത് ഇല്ലത്തെ തറവാട്ട് സ്വത്തിന് അവകാശികളായി കിഴക്കിനിയിടം എന്നൊരു ഇല്ലക്കാരും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് കിഴക്കിനിയിടം ഇല്ലത്ത് പുരുഷന്മാരും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. അന്തർജനങ്ങൾ മാത്രം ഇല്ലത്ത് അവശേഷിച്ചു. അവരെയെല്ലാം ആജീവനാന്തം രക്ഷിച്ചു കൊള്ളാമെന്ന് ഉറപ്പു നൽകി അവരുടെ വസ്തുവകകളെല്ലാം പടിഞ്ഞാറ്റിടത്ത് നമ്പൂതിരിപ്പാട് എഴുതി വാങ്ങി കൈവശ അവകാശത്തിലാക്കി. കിഴക്കിന് ഇടം വകയായി ധാരാളം സ്വത്തുക്കൾ കയ്യിലായെങ്കിലും നമ്പൂതിരിപ്പാട് വാഗ്ദാനം പാലിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായും അവരെ അവഗണിച്ചു കളഞ്ഞു. ചെലവിന് പോലുമുള്ള വക കിട്ടാതെ അന്തർജനങ്ങൾ മുറിപ്പട്ടിണി കിടന്നു വിഷമിച്ചു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അവർ അവണങ്ങാട്ട് ചാത്തന്മാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിനിടയാക്കാതെ വേണ്ടതെല്ലാം തരുവിച്ചാൽ അവണങ്ങാട്ട് ചാത്തന്മാർക്ക് വഴിപാടായി ഞങ്ങൾ 100 പണം കൊടുത്തേക്കാം. പ്രാർത്ഥനയുടെ ഫലം പടിഞ്ഞാറ്റിടത്താണ് പ്രതിഫലിച്ചത്. അവിടെ ചാത്തന്മാരുടെ ഉപദ്രവം കണ്ടു തുടങ്ങി. ഭക്ഷണ സാധനങ്ങളിൽ തലമുടി, കരിക്കട്ട, അമേദ്യം തുടങ്ങിയവ കൊണ്ടുചെന്നിടുക, തേവാരപ്പുലിയിലുള്ള വിഗ്രഹങ്ങൾ, സാളഗ്രാമം, ശിവലിംഗം തുടങ്ങിയവ എടുത്തുകൊണ്ടുപോയി എച്ചിൽ കുഴിയിലോ കക്കൂസിലോ ഇടുക. പുരയ്ക്കകത്തു കിടന്ന് ഉറങ്ങുന്ന കൊച്ചു പെൺകുട്ടികളെ എടുത്തുകൊണ്ടുപോയി 4 കെട്ടിന്റെ ഉത്തരത്തിന്മേലും കിണറ്റിന്റെ വക്കത്തുമൊക്കെ കിടത്തുക. അന്തർജനങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രങ്ങളിൽ അവിചാരിതമായി തീ പിടിക്കുക തുടങ്ങിയ ഉപദ്രവങ്ങൾ അവിടെ കൂടിക്കൂടി വന്നു. ചാത്തന്മാരെ അവിടെങ്ങും പ്രത്യക്ഷമായി കണ്ടതുമില്ല. ഉപദ്രവങ്ങൾ ദുസ്സഹമായപ്പോൾ നമ്പൂതിരിപ്പാട് ഒരു ദൈവജ്ഞനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കി. ഈ ഉപദ്രവങ്ങളെല്ലാം കിഴക്കിനിടിയത്തെ അന്തർജനങ്ങളുടെ പ്രാർത്ഥന നിമിത്തം അവണങ്ങാട്ട് ചാത്തന്മാർ ചെയ്യുന്നതാണ്. അന്തർജനങ്ങൾ നേർന്നിട്ടുള്ള 100 പണം അവണങ്ങാട്ട് കൊണ്ടുചെന്ന് കൊടുക്കുകയും അന്തർജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഉണ്ടാകാതെ വേണ്ടതെല്ലാം കൊടുക്കുകയും ചെയ്താൽ പിന്നീട് ഉപദ്രവമൊന്നും ഉണ്ടാവുകയില്ല. പ്രശ്നക്കാരൻ വിധിച്ചത് കേട്ട് പശ്ചാത്തപിച്ച നമ്പൂതിരിപ്പാട് ഉടൻ തന്നെ അപ്രകാരം പ്രായശ്ചിത്തം ചെയ്തു. അതോടെ ചാത്തന്മാരുടെ ഉപദ്രവവും മാറി. നമ്പൂതിരിപ്പാടിന് ചാത്തന്മാരെ കുറിച്ച് വലിയ ഭക്തിയും വിശ്വാസവും ജനിച്ചു. നമ്പൂതിരിപ്പാടിന് 55 അദ്ദേഹത്തിന്റെ അനുജന് 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 2 പേരും വേലി കഴിച്ചിരുന്നുവെങ്കിലും അവർക്ക് പെൺകിടാങ്ങളല്ലാതെ പുത്രസന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ അവണങ്ങാട്ട് ചെന്ന് ചാത്തന്മാരുടെ കൽപ്പനയൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. സഹോദരന്മാർ പരസ്പരം ആലോചിച്ച് അങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം നമ്പൂതിരിപ്പാടിനെ അത്ഭുതപ്പെടുത്തുമാറ് ചാത്തന്മാരുടെ ചപ്പാടത്തുള്ളി പടിഞ്ഞാറ്റിടത്ത് ചെന്നു. മൂസാമ്പുരിപ്പാട് ഒന്നുകൂടി വേലി കഴിക്കണം. അത് ഏറ്റവും ദരിദ്രമായ ഒരില്ലത്തു നിന്നായിരിക്കണം. സ്ത്രീധനമായി യാതൊന്നും വാങ്ങരുത്. അങ്ങനെ ചെയ്താൽ ഉണ്ണിയുണ്ടാകും. ഇത്രയും കൽപ്പിച്ചിട്ട് വെളിച്ചപ്പാട് മടങ്ങിപ്പോയി. കൽപ്പന പ്രകാരം നമ്പൂതിരിപ്പാട് ഒരു ദരിദ്ര ഇല്ലത്തു നിന്നും ഒരു അന്തർജനത്തെ വേലി കഴിച്ചു കൊണ്ടുവന്ന് വരികയും അതിൽ നിന്ന് യഥാകാലം ഉണ്ണി ഉണ്ടാവുകയും ചെയ്തു. സന്തുഷ്ടനായ നമ്പൂതിരിപ്പാട് അവണങ്ങാട്ട് അത്താഴപ്പുഴയ്ക്ക് നിത്യവും നാഴിയേരി വീതം നിവേദ്യത്തിന് വകവെച്ചു കൊടുത്തു. ഇതുകൂടാതെ ആണ്ടുതോറുമുള്ള വഴിപാട് ആ ഇല്ലത്ത് നിന്ന് ഒരു സംഖ്യയും നൽകി തുടങ്ങി. ചാത്തന്മാരെ സേവിക്കാനുള്ള മുറകൾ പഞ്ചനല്ലൂർ ഭട്ടതിരി ഉണ്ണിത്താമ പണിക്കർക്കും കേളുണ്ണിപ്പണിക്കർക്കും മാത്രമേ ഉപദേശിച്ചിട്ടുള്ളൂവെങ്കിലും അവർ തങ്ങളുടെ ഭാഗിനേയനായ കുഞ്ചു പണിക്കർക്കും ഉപദേശിച്ചു കൊടുത്തിരുന്നു. ഇവർ 3 പേരും ചാത്തന്മാരെ സേവിച്ച് പ്രത്യക്ഷമാക്കുകയും ചെയ്തിരുന്നു. ഈ 3 പേരും മരണമടഞ്ഞപ്പോൾ അവരുടെ പിൻഗാമികൾ 3 പേരുടെയും പ്രതിമകൾ ഉണ്ടാക്കി മായയുടെ ശ്രീകോവിലിൽ തന്നെ പ്രതിഷ്ഠിച്ചു.
ഇവർ മന്ത്രവാദത്തിന് പോയി ചില സ്ഥലങ്ങളിൽ നിന്ന് ആകർഷിച്ചു കൊണ്ടുപോന്നിട്ടുള്ള ചില ദേവതകളെയും അവിടെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹങ്ങളിൽ മായയുടേതും കുഞ്ചുണ്ണി പണിക്കരുടെയും സ്വർണം കൊണ്ടും മറ്റുള്ളവയെല്ലാം വെള്ളി കൊണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഇവയ്ക്കെല്ലാം പതിവായി പൂജയും നടന്നു വരുന്നുണ്ട്. പണിക്കർമാരുടെ അനന്തരവും ചാത്തന്മാരെ തങ്ങളുടെ പരദൈവങ്ങളെന്ന് സങ്കല്പിച്ച് യഥാശക്തി ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടിരുന്നു. 7 ദിവസം ഉത്സവം പോലെ വിശേഷാൽ കർമ്മങ്ങളോടെ നടത്തുന്ന വെള്ളാട്ട് കർമ്മം എന്ന വഴിപാട് ചാത്തന്മാർക്ക് വളരെ പ്രധാനമാണ്. അവണങ്ങാട്ട് ചാത്തന്മാർ പല അത്ഭുത കർമ്മങ്ങളും നടത്തിയിട്ടുണ്ട്. ചാത്തന്മാരെ ഭയക്കാനും അവർക്ക് വഴിപാടുകൾ നൽകി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാനും ജനങ്ങൾക്ക് തോന്നാൻ കാരണവും അത്ഭുത കൃത്യങ്ങൾ തന്നെ. അവണങ്ങാട്ട് പണിക്കരുടെ ഗൃഹത്തിന് അധികം അകലെ അല്ലാതെ ധനാഢ്യനായ ഒരു ഈഴവൻ താമസിച്ചിരുന്നു. അയാൾക്ക് ചാത്തന്മാരെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഒരിക്കൽ അവണങ്ങാട്ട് വെള്ളാട്ട് കർമ്മം നടക്കുന്നത് കാണാനായി ഈ ഈഴവനും പോയിരുന്നു. ചാത്തന്മാർക്ക് എന്തോ ഒരു ശക്തിയുണ്ടെന്ന് തോന്നൽ ഉള്ളിലുണ്ടായിരുന്നതിനാൽ എല്ലാവരും കാണിക്കയിടുമ്പോൾ താനും എന്തെങ്കിലും ഒന്ന് കാണിക്കിടണമല്ലോ എന്ന് വിചാരിച്ച് ഒരണ മാത്രം കയ്യിലെടുത്തുകൊണ്ടാണ് അയാൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടത്. വെള്ളാട്ടുകർമ്മം അവസാനിക്കാറായപ്പോൾ വെളിച്ചപ്പാട് തുള്ളി ചില ഭക്തരോട് ഓരോന്ന് കൽപ്പിച്ചു നടന്ന കൂട്ടത്തിൽ ആ ഈഴവന്റെ മുന്നിലും എത്തി. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരണ ഇവിടെ കൊടുത്തേക്കുക. താങ്കൾ ഇത്രയും നൽകുന്നത് യുക്തമല്ല. 100 രൂപയെങ്കിലും നാളെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അത് കേട്ടപ്പോൾ ഈഴവൻ ആശ്ചര്യപ്പെട്ടു. താൻ ഒരണയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മറ്റാരും അറിഞ്ഞിരുന്നില്ല. വെളിച്ചപ്പാട് അത് തുറന്നു പറഞ്ഞു കേട്ടപ്പോൾ അയാൾക്ക് ചാത്തന്മാരെ കുറിച്ചുള്ള വിശ്വാസം ഹൃദയത്തിൽ ദൃഢമായി. വെളിച്ചപ്പാട് കൽപ്പിച്ച സംഖ്യ അടുത്ത ദിവസം തന്നെ അയാൾ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. കൂടാതെ ആണ്ടുതോറും അത്രയും തുക പതിവായി നൽകാനും തുടങ്ങി. ഒരു ദിവസം രാത്രി പണിക്കർ വല്ലാതെ വിഷമിച്ചിരിക്കാൻ ഇടയായി. വെള്ളാട്ട് കർമ്മം അവിടുത്തെ വകയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസത്തെ ചെലവിന് പണം ലഭിക്കാത്ത വിഷമത്തിലിരുന്നു പണിക്കർ. അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി പണിക്കരോടായി പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട, ഒരു നല്ല സംഖ്യ ഇപ്പോൾ ഇവിടെ വരും. ഇത് സത്യമാകുമോ എന്ന് പണിക്കർ ശങ്കിക്കുമ്പോൾ ഒരാൾ അവിടേക്ക് കടന്നു വന്നു. അയാൾ ഒരു വലിയ സംഖ്യ പണിക്കരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊരു കാര്യസിദ്ധിക്കായി പ്രാർത്ഥിച്ചിരുന്ന പണമാണ്. ഈ സംഖ്യയുമായി ഇവിടെ വരാൻ പല ദിവസങ്ങളായി ഞാൻ ഒരുങ്ങുന്നു. പക്ഷേ ജോലി തിരക്ക് മൂലം സമയം കിട്ടാതെ വന്നതുകൊണ്ടാണ് അതിന് തരപ്പെടാതെ പോയത്. ഇന്ന് ഞാൻ അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയ സമയം ആരോ എൻ്റെ അടുക്കൽ വന്ന് ആ സംഖ്യ ഇപ്പോൾ തന്നെ പണിക്കരുടെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുക്കണമെന്ന് പലതവണ പറഞ്ഞതായി തോന്നി. എന്നാൽ കണ്ണു തുറന്നു നോക്കിയിട്ട് ആരെയും കണ്ടതുമില്ല. എങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചു, ഇനിയും ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് പണവും എടുത്ത് ഈ രാത്രിയിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുകയായിരുന്നു. അയാളുടെ വാക്കുകൾ കേട്ട് പണിക്കർ ഒന്ന് മന്ദഹസിക്കുക മാത്രം ചെയ്തു. ചാത്തന്മാരുടെ ദിവ്യത്വങ്ങളെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണല്ലോ. പണവുമായി വന്നയാൾ അപ്പോൾ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഒരിക്കൽ കൊച്ചി രാജാവിന്റെ പേഷ്കാർ ഒരു ഇളയതായിരുന്നു. തൃശ്ശിവ പേരൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലം. ഉദ്യോഗം എറണാകുളത്തായിരുന്നതിനാൽ അദ്ദേഹത്തിന് അവിടെ താമസിക്കേണ്ടി വന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഇല്ലത്ത് ചാത്തന്മാരുടെ ഉപദ്രവം തുടങ്ങി. ഈ വിവരം അറിഞ്ഞ ഉടൻ ഇളയത് ഇല്ലത്ത് വന്നു. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളയത് ഇല്ലത്തിന്റെ ഇറയത്ത് ഒരു കസേരയിലിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ചില ബന്ധുക്കളോടായി ഇളയത് ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം ചാത്തന്മാർ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാത്തന്മാരെന്ന് ഒരു വകയ്ക്കാരുണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ചില മൂർത്തികൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുവാൻ തക്ക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരട്ടെ. പേഷ്കാർ ഇത് പറഞ്ഞു തീർന്നതും ആ ഇല്ലം മേഞ്ഞിരുന്ന ഓടുകൾ ഓരോന്നായി താഴെ വീഴാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഓടുകളിൽ ചിലത് പേഷ്കാർ ഇളയതിന്റെ മുമ്പിലും ചെന്നു വീണു. അദ്ദേഹം ആ ഓടുകൾ എടുത്ത് നോക്കിയപ്പോൾ അതിലെല്ലാം ചാത്തൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. അതോടെ ഇളയതിന് ചാത്തന്മാരെ കുറിച്ചുള്ള ഭയവും വിശ്വാസവും തോന്നാൻ തുടങ്ങി. അദ്ദേഹം ഉടനെ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം ഏൽപ്പിച്ചു നോക്കി. ഇതെല്ലാം ഒരു വിരോധിയുടെ പ്രാർത്ഥന നിമിത്തം അവണങ്ങാട്ട് ചാത്തന്മാർ ചെയ്യുന്നതാണ്. ഇതിന് അവിടെ ചെന്ന് കൽപ്പന കേട്ട് പ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്താൽ മതി, ശമനമുണ്ടാകും. പ്രശ്നക്കാരൻ വിധിച്ചതുപോലെ ഇളയത് അവണങ്ങാട്ട് ചെന്ന് കൽപ്പന കേൾക്കണമെന്നാവശ്യപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വരികയും പ്രശ്നക്കാരൻ പറഞ്ഞതുപോലെ തന്നെ കൽപ്പിക്കുകയും ചെയ്തു. അത് കേട്ടിട്ട് ഇളയത് ചോദിച്ചു, ഈ പ്രാർത്ഥന
കാരനായ വിരോധി ആരാണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ലല്ലോ, അതിനാൽ അത് പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ നീങ്ങിയാൽ മതിയല്ലോ. അതിന് ശത്രു നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ ഇവിടെ കൊടുത്താൽ മതി. വെളിച്ചപ്പാട് കൽപ്പിച്ചു. ഇളയത് പിന്നീടൊന്നും പറഞ്ഞില്ല. വെളിച്ചപ്പാട് കൽപ്പിച്ച തുകയും സ്വന്തമായി മറ്റൊരു സംഖ്യയും അവിടെ കൊടുത്തിട്ട് ഭക്തിപൂർവ്വം ചാത്തന്മാരെ നമസ്കരിച്ച ശേഷം മടങ്ങിപ്പോയി. ഇല്ലത്ത് പിന്നൊരിക്കലും ചാത്തന്മാരുടെ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല. അവണങ്ങാട്ടി ചാത്തന്മാർ കാട്ടിയിട്ടുള്ള വിക്രമങ്ങളും അത്ഭുതങ്ങളും ഇതുപോലെ നിരവധിയുണ്ട്. ചിലർക്ക് ദോഷവും മറ്റു ചിലർക്ക് ഗുണവും ചാത്തന്മാർ മൂലമുണ്ടായിട്ടുണ്ട്. താങ്ക് യു.